നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഫ്രണ്ടിൽ വരുന്ന ഡാട്ട് അത് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്, എത്ര അകലത്തിലാണ് മാർക്ക് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ഡൗട്ട്സ് നമുക്ക് വരാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ബ്ലൗസിന്റെ ഈ ഡാട്ട് ഉണ്ടല്ലോ, മെയിൻ ആയിട്ട് വരുന്ന ഈ ഡാട്ട്, ഇത് ഇവിടെ നിന്ന് എത്ര അകലത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വായോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്കതിന് വേണ്ടത് നമ്മുടെ ചെസ്റ്റിന്റെ അളവാണ്. ഞാനിവിടെ ഒരു 36 ചെസ്റ്റാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വേണ്ടത് ചെസ്റ്റ് അളവാണ്, ബ്രസ്റ്റിന്റെ അളവല്ല. കഴിഞ്ഞ 2 ഷോട്ട് ഇട്ടപ്പോഴും എല്ലാവരുടെയും ഡൗട്ടാണ് ഞാൻ ചെസ്റ്റ് ആണോ ബ്രസ്റ്റ് ആണോ പറഞ്ഞെന്നുള്ളത് ഒരു ഡൗട്ടായിരുന്നേ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, നമ്മുടെ ചെസ്റ്റിന്റെ അളവാണ് എടുക്കേണ്ടത്, അപ്പർ ചെസ്റ്റിന്റെ അളവ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 36 ഉള്ളൊരു ചെസ്റ്റിന്റെ അളവാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.6 കിട്ടും. ഇനി 34 ചെസ്റ്റ് അളവുള്ള ഒരാളെയാണെന്നുണ്ടെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.4 കിട്ടും. എത്രയാണ് വരുന്നത് അതിനെ 10 കൊണ്ട് ഇനി ഡിവൈഡ് ചെയ്യാനായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡാട്ടിൻ്റെ അകലം എന്ന് പറയുന്നത്. 36നെ ഡിവൈഡ് ചെയ്തപ്പോൾ 3.6 അല്ലേ കിട്ടിയത്. അപ്പോൾ 3.6 ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ 3.6 മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ 3.6 മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിവിടെ നമ്മുടെ ഹുക്കിൻ്റെ പടി അടിക്കാനായിട്ടുള്ളതാണ്. അതിൻ്റെ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം ആ 3.6 മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം, നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുക്കുന്നത് അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം ആ ഒരു ഇതും മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. 34 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ 3.4 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ തയ്യൽ തുമ്പ്, ഇത് ഇവിടെ അടിക്കുന്ന തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കാനേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.